ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുട്ടി വ്ളോഗാട്ടോ. മീനൊരു ചെറിയ ദന്തൽ അപ്പോയിൻമെൻറ്റിന് വന്നതാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ദന്തൽ സർജറി എന്ന് വേണേൽ പറയാം. കാരണം അനസ്തേഷ്യൊക്കെ കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റൽ റിസപ്ഷൻ്റെ അവിടെ വന്നു. നമ്മൾ ഇവിടെ നിന്ന് ടോക്കൺ എടുക്കണം. എന്നിട്ട് ഇവിടെ റിസപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് ഏത് ഫ്ലോറിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തരും. ഇവിടെ നിന്ന് അവർ നമ്മളെ 4th ഫ്ലോറിലോട്ടാണ് റെഫർ ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തീരെ പൊടിക്കുഞ്ഞുങ്ങളെ അങ്ങോട്ടേക്ക് കയറ്റിയാലെന്ന് പറഞ്ഞു. സോ ഞാനും പാപ്പും കൂടെ പോസ്റ്റ് അടിച്ച് പയ്യെ ക്യാൻറ്റീനിലൊക്കെ വന്നിരുന്നു. അവർ രണ്ടുപേരും കൂടെ റൂമിലോട്ട് പോയി. സെപ്റ്റംബർ മുതൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഡിസംബറിൽ കിട്ടിയത്. അവർക്ക് നല്ല പെയിൻ വന്നപ്പോൾ അവർ ഒരു പല്ല് അടച്ചു, ബാക്കി പക്ഷേ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് തന്ന് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കിഡ്സിന് അപ്പോയിൻമെൻറ്റിന് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ വെയിറ്റിംഗ് റൂമിൻ്റെ അവിടെ ഇതുപോലൊരു ആക്ടിവിറ്റി എന്തെങ്കിലും വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണ്. പിള്ളേരെ ഡീവിയേറ്റ് ചെയ്ത് വിടാൻ, അവരുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കാനും നല്ലതാണ്. അവിടെ അവർ മീവിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊക്കെ കൊടുത്തു. അവിടെ ചെന്നൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ അച്ഛന്നൊക്കെ ചോദിച്ചിട്ട് പയ്യെ വരുന്നുണ്ട്. നാച്ചുറലായെന്ന് തോന്നിക്കാനാണെന്ന് തോന്നുന്നു ഇതുപോലെയൊക്കെ പോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സ് വന്ന് അവളെ വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ അപ്പോയിൻമെൻറ്റ്സ് കിട്ടാൻ ഭയങ്കര ടഫാണ്. ബട്ട് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിള്ളേരോടാണെന്ന് പറഞ്ഞാൽ അവർ ടെൻഷൻ ഇല്ലാതെ സർജറി റൂമിലോട്ടൊക്കെ കൊണ്ടുപോകാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവളോട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഏത് ഐസ്ക്രീം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ വാനിലെന്നൊക്കെ പറഞ്ഞ് പയ്യെ മൂവ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിന് അച്ഛൻ താഴെ വന്ന് പാപ്പുവിനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അവളെന്തോ ട്രിപ്പ് വന്ന മൂഡിലാട്ടോ അവൾക്കറിയില്ലല്ലോ ചേച്ചി പല്ല് പറിക്കാനാണ് പോയെന്ന്. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മീക്കുട്ടൻ പയ്യെ വരുന്നുണ്ട്. അവരൊരു 3/4 മണിക്കൂർ പ്രൊസീജിയറാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഓൾറെഡി പറഞ്ഞായിരുന്നു അകത്ത് ചെന്ന് ഒന്നുകൂടെ എക്സാമിൻ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുമെന്ന്. പല്ല് പറിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നാണല്ലോ ആചാരം. എന്നാണല്ലോ ആചാരം അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പല്ല് പറിച്ച മീക്കുട്ടിനെ ഒന്ന് കണ്ടാലോ.